അപ്പോൾ സമയമായി. ഇറ്റ്സ് ദാറ്റ് ടൈം ഓഫ് ദി ഇയർ. ടോപ്പ് 10 മൂവീസ് ഓഫ് 2025. ഈ കൊല്ലം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടിപൊളി ആവുമെന്ന് വിചാരിച്ചതൊക്കെ തല്ലിപ്പൊളിയായിരുന്നു. നമ്മൾ വിചാരിക്കാത്ത കുറേ സർപ്രൈസ് എൻട്രീസ് ആയിരുന്നു ഈ കൊല്ലം മുഴുവൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടോപ്പ് 5 ടോപ്പ് 10 ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം ഏത് സിനിമയാണ് എല്ലാവർക്കും ടോപ്പ് 1 ആയിട്ട് വന്നത്. 10ാമത്തെ സിനിമ മിക്കി 17, നമ്മുടെ ബോൺ ജൂൺ ഹോൻ്റെ. ഈ വർഷത്തെ ഏറ്റവും മോസ്റ്റ് മിസ്അണ്ടർസ്റ്റുഡ് മൂവി എന്ന് ഞാൻ വിളിക്കും. കാരണം ഇത് ഫ്ലോപ്പായിരുന്നു. ഈ സിനിമ എങ്ങനെ ഫ്ലോപ്പായിരുന്നു എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവില്ല. 9ാമത്തെ വെപ്പൺസ് ആണ്. ഞെട്ടിച്ച് കളഞ്ഞൊരു സിനിമയായിരുന്നു. പുതിയൊരു കോൺസെപ്റ്റിൽ അവരൊരു ഹൊററിനെയൊക്കെ കൊണ്ടുവന്നത് അടിപൊളിയായിരുന്നു. 8ാമത്തെ സ്റ്റീഫൻ കിങ്ങിൻ്റെ നോവലിനെ ബേസ് ചെയ്തെടുത്ത ദ ലോങ് വാക്ക് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. ഇങ്ങനൊരു കോൺസെപ്റ്റിൽ ഒരു സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വെറൈറ്റി കോൺസെപ്റ്റ്, അതേപോലെ വെറൈറ്റി സിനിമയായിരുന്നു. 7ാമത്തെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. രേഖാചിത്രമാണ് 7th. ഞാൻ ഈ സിനിമ അതെങ്ങനെ ഇവരെ എടുത്തതായിരുന്നു ഈ സിനിമ കഴിയുന്നത് വരെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അത് പൈലെ ആയിക്കോട്ടെ, ആ സ്റ്റോറി ആയിക്കോട്ടെ, ഇതൊക്കെ എങ്ങനെ എന്നുള്ളൊരു ചോദ്യമായിരുന്നു എൻ്റെ മനസ്സിൽ. 6ാമത്തെ യോഗോസ് ലാന്തിമോസിൻ്റെ ബുഗോണിയാണ്. പുള്ളിക്കാരൻ പിന്നെ എന്തെടുത്താലും വിയേർഡായിട്ടാണ് എടുക്കുക. അതുപോലെ എല്ലാ വിയേർഡ്നെസ്സും ഈ സിനിമയിലുണ്ട്. എനിക്കിഷ്ടമാണ് ആ ഒരു വിയേർഡ്നെസ്. കീഴിലെ സിനിമയാണ്. 5ാമത്തെ നമ്മുടെ മലയാളത്തിലെ എക്കോ ആണ്. ഞെട്ടിച്ച് കളഞ്ഞൊരു സിനിമയായിരുന്നു. ഇങ്ങനെ ഒരു സെറ്റിങ്ങിൽ ഇങ്ങനെ ഒരു കഥ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പോളി എക്സ്പീരിയൻസ് ആയിരുന്നു. 4ാമത്തെ F1 ആണ്. എൻ്റെ ഈ വർഷത്തെ ഏറ്റവും മികച്ചൊരു ഐമാക്സ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആ വലിയ സ്ക്രീനിലൊക്കെ ആ F1ൻ്റെ സംഭവങ്ങളൊക്കെ കാണാൻ വല്ലാത്തൊരു രസം തന്നെയായിരുന്നു. 3ാമത്തെ നമ്മുടെ ലോഗയാണ്. നമ്മുടെ ഇൻഡസ്ട്രി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്. ഇറ്റ് ഡിസേർവ്സ് എവറിത്തിങ്. എന്തൊക്കെ ഇതിന് വിളിക്കുന്നുണ്ടോ അതെല്ലാം ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. 2ാമത്തെ പാർക്ക് ചാങ് വൂക്കിൻ്റെ നോ അതർ ചോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ഇത് തിയേറ്റർ റിലീസ് ആയിട്ടുണ്ടോ എന്നറിയില്ല. ഡിജിറ്റൽ റിലീസ് ഇറങ്ങിയിട്ടുണ്ട്. കിടിലൻ സിനിമയാണ്. നിങ്ങൾ ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പൊളിയായിട്ട്. അപ്പോൾ 1ാമത്തെ പറയുന്നതിന് മുന്നേ കുറച്ച് സ്പെഷ്യൽ മെൻഷൻസ് ഉണ്ട്. ഇതിനേക്ക് എനിക്ക് ഈ ലിസ്റ്റിൽ എവിടെ ഇടണമെന്ന് ഒരു പിടിയില്ല. അതുകൊണ്ട് ഈ പ്രോത്സാഹന സമ്മാനം കൊടുത്തിരിക്കുകയാണ്. സൂപ്പർമാൻ, സിന്നേഴ്സ്, ദ ഗോർജ്, കമ്പാനിയൻ. 1ാമത്തെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനൊന്നും അറിയില്ല. പക്ഷേ ഐ ലവ് ദിസ് മൂവി. ഇറ്റ്സ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. തുടക്കം മുതൽ അവസാനം വരെ ഞാൻ എന്താണ് വിചാരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇറ്റ് വാസ് ലൈക്ക് ക്രേസി എക്സ്പീരിയൻസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ കൊല്ലത്തെ ലിസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത കൊല്ലം കാണാം.